ഞാൻ പിടിച്ചിരുന്നുണ്ട്. വിട്ടോ വിട്ടോ വിട്ടോ. പതുക്കെ 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 ബ്രേക്ക് ഓടി ബ്രേക്ക് ഓടി ബ്രേക്കൊക്കെ താഴെ. ഭയങ്കര കയറ്റോട്ടോ. ഫസ്റ്റ് ഇട്ട് ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ. ഇത് പെപ്സിയാന്ന് പറഞ്ഞെടുത്ത് കുടിക്കരുത് കേട്ടല്ലോ. നമ്മൾ നേരത്തെ വാങ്ങിച്ച നെല്ലിക്ക, ലോലിക്ക, നോമ്പ് തുറക്കാൻ വേണ്ടി വെച്ചിരുന്ന സാധനങ്ങള് ഒക്കെ കുരങ്ങന്മാരെടുത്തോണ്ട് പോയി. வணக்கம் நண்பர்களே ഫ്രം ശ്രീലങ്ക. ഇന്നേക്ക് നമ്മൾ பார்க்க പോകുന്നത് നുവാറ എലിയ എന്ന ഇടത്തിലേക്ക്. നമ്മൾ ഇങ്ങ നിന്നും നമ്മുടെ ടുക് ഓട്ടി നമ്മൾ ഇവിടെ നിന്നും ഒരു 3-4 മണിക്കൂർ ഡ്രൈവർക്ക് നമ്മൾ പോകുന്നു നുവാറ എലിയ. നുവാറ എലിയ വരെ എത്തുമെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. അങ്ങോട്ട് പോകണമെന്നാണ് ആഗ്രഹം, എന്താണെന്നറിയില്ല. എല്ലാ ദിവസവും ഈ വണ്ടിക്കകത്ത് ഈ ബാഗ് കൊണ്ട് വെക്കുക എടുക്കുക എന്നുള്ളത് പറയുന്നതിന് വലിയ ഒരു ടാസ്ക്കാണ്. പല പരിപാടികൾ ചെയ്യണമല്ലോ. അതായത് നമുക്ക് ക്യാമറ ഫിക്സ് ചെയ്യണം, പിന്നെ നമ്മുടെ മറ്റ് പല പരിപാടികൾ അറേഞ്ച്മെൻറ്റ് ചെയ്യണം. അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ ഇതിനകത്ത് ഇൻക്ലൂഡഡാണ്, അടങ്ങിയിരിക്കുകയാണ്. ഓരോരോ പരിപാടികളല്ലേ. റീലെടുത്ത് ഓട്ടോ ഡ്രൈവർ സുജിത്ത്, ഓട്ടോക്കാരൻ. അത് ഇതിനകത്തെ ഇത് ഓയിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പോൾ അത് ഡെയിലി ചെക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ വഴിയാതാരോ. ഓക്കെ, അതിൻ്റെ പരിപാടി എന്ന് പറയുന്നത് കുറവാണോ ഇത്? അത് നക്കി നോക്കാനോ? അതാണ് എക്സ്പീരിയൻസ് ഓട്ടോ ഡ്രൈവർ. കയ്യിലൊക്കെ ഓയിലും ഗ്രീസും ഒക്കെ ആയി. ഇപ്പൊ മനസ്സിലായില്ലേ ഓട്ടോ ഡ്രൈവിംഗ് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കുറച്ചല്ല, ഇച്ചിരി നല്ല ബുദ്ധിമുട്ടുള്ള പരിപാടിയാണെന്ന് മനസ്സിലായി. നല്ല വേർത്ത്. അപ്പൊ നമ്മൾ ഇന്ന് എവിടെ പോകുന്നേ? നുവാറ എലിയ അല്ലേ? അല്ലല്ല, ഇന്ന് നമ്മൾ നുവാറ എലിയക്കാണ് പോകുന്നത്. ഇവിടെ നിങ്ങളുടെ ഗുളികയാ? താങ്ക് യു. എന്നാ നുവാറയിലേക്ക് ഇവിടെ നിന്ന് 94 കിലോമീറ്റർ എനിക്കറിയത്തില്ല. 94 കിലോമീറ്ററിന് 3 മണിക്കൂർ 11 മിനിറ്റാണ് കാണിക്കുന്നത്. എന്തിനാണോ അവസ്ഥ. ഇത് റിവേഴ്സ് ഇടണമെങ്കിൽ ഇന്ത മാതിരി പൊക്കണം, എന്നിട്ട് ഗിയർ ഇടണം. ഫസ്റ്റ് മേപ്പോട്ടായിരുന്നു. ഹാൻഡ് ബ്രേക്ക് മാറ്റിയില്ല. ഓടിക്കണ്ടേ? എന്തായാലും സുനീർ ഖാനെ പറ്റിച്ചു. ആനാ സുനീർ ഖാന്റെ ക്യാൻഡി പ്ലേസ് പോയില്ല. അങ്ങനെ അത് നമുക്ക് കയ്യോട്ടുന്ന ആൾക്കാരൊക്കെ എടുത്താലോ. എന്നാണ് നമുക്ക് ഇന്നത്തെ $22 തിരിച്ചിട്ടു. ഏതാ? ഓരോ ദിവസം നമ്മൾ കൈ കാണിക്കൂലേ? ഫസ്റ്റ് ഡേ കൊളംബോയിൽ വെച്ച ആൾക്കാരുടെ കൈ കാണിച്ചത്. അതാ പറഞ്ഞ് തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ദിവസത്തെ റെന്റ് ഉണ്ടാക്കാം. അതെ അതെ അതെ. ഒഴിച്ചു തരുമോ? ഒരു മറ്റേ ചോർപ്പും കൂടെ വാങ്ങണം, എന്നാലും നമുക്ക് ഇടാൻ പറ്റുള്ളൂ. നമുക്ക് ഇടാൻ പറ്റണ്ടേ? വണ്ടിക്ക് ഓയില് വാങ്ങണം. ഓയില് അതെ, ഇത് പെപ്സിയാന്ന് പറഞ്ഞെടുത്ത് കുടിക്കരുത് കേട്ടല്ലോ. കേട്ടല്ലോ, പെപ്സിയാണ്. പെപ്സി കുപ്പിക്കകത്താ തന്നേക്കത്. ശരിക്കും അതേപോലത്തെ കളറും ഉണ്ട്. താങ്ക് യു ആണോ? താങ്ക് യു. ഓക്കെ, വാ. നമ്മളിനി മലയും കുന്നൊക്കെ കയറാൻ പോവാം. അപ്പോൾ ഇത് ഞാൻ ഇവിടെ തന്നെ വെക്കാം. ഇനി വെങ്ങേരിൽ എഴുതി വെക്കാൻ വേറെ സ്ഥലമില്ലല്ലോ. ഇവിടെ ഒരു ലിറ്ററിന് 317 രൂപ, അതായത് ഏകദേശം ഒരു 90 രൂപയാണ് ഒരു ലിറ്റർ പെട്രോളിൻ്റെ ഇവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത്. ശ്രീലങ്കയിൽ അതിന് ഭയങ്കര വില കുറവാണ്. പെട്രോളിൻ്റെ എന്തായാലും വില ഈസ് കമ്മി ഗൈസ്. ഈ പുള്ളി ഇവിടെ പുറകിരുന്ന ബിസിനസ്സാട്ടോ. ഞങ്ങളെങ്ങനെയൊക്കെയാണ് നമ്മൾ 4-5 കൊല്ലമായിട്ടല്ലേ കാണാൻ തുടങ്ങിയിട്ട്. എല്ലാം നടക്കും. കാരണം പുള്ളിക്കൊക്കെ ഫോണിൽ കൂടെ പുള്ളിയുടെ ബിസിനസ് ചെയ്യാൻ പറ്റുമല്ലോ. നമുക്ക് ട്രാവലിങ്ങിന് നമ്മുടെ ബിസിനസ്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ട്രാവൽ കമ്പാനിയൻസ്. പുള്ളി അതിനിടയ്ക്ക് യാത്ര എൻജോയ് ചെയ്യും, ബിസിനസ്സും നടത്തും. എല്ലാം കഴിഞ്ഞിട്ട് യാത്ര ചെയ്യാൻ പറ്റില്ല. അത് ശരിയാ, അത് പറഞ്ഞ പോയിന്റാ. കാശുണ്ടാക്കിക്കൊണ്ട് യാത്ര ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. എല്ലാം കഴിഞ്ഞ് കാശുണ്ടാക്കിക്കൊണ്ടിരുന്ന് യാത്ര ചെയ്യാൻ പോയി കഴിഞ്ഞാല് കാശ് കളഞ്ഞുകൊണ്ട് കാശ് അതിനെല്ലാം ഉണ്ട്. അല്ല, പൈസ ഉണ്ടാക്കി ജോലി ചെയ്ത് യാത്ര ചെയ്യാം അവസാനം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ആരോഗ്യം ഉണ്ടാവില്ല. അപ്പൊ ഇതെല്ലാം കൂടെ ഒരുമിച്ചുള്ളപ്പോ യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ വേണം. എല്ലാം മിക്സ് ചെയ്ത് പോകണം. ഫാമിലി വേണം, യാത്ര വേണം, ബിസിനസ് വേണം, എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകണം. അതാണ്, എല്ലാം ഉണ്ടെങ്കിൽ അതിൻ്റെ ആയിട്ടുള്ള രീതി വർക്കൗട്ട് ആവുള്ളൂ. നമ്മൾ മുമ്പേ കയറി പമ്പിലേ ഞാൻ പെട്രോൾ അടിച്ച് ഇങ്ങോട്ട് മാറിയപ്പോൾ അപ്പുറത്ത് ഓട്ടോക്കാർക്ക് വേറൊരു ലൈൻ ഉണ്ടായിരുന്നു. ഞാൻ അന്നേരം അത് കാണുന്നത്. പിന്നെ നമ്മൾ ഫോറിനർ ആയതുകൊണ്ട് പുള്ളി ഒന്നും പറഞ്ഞില്ല എന്നുള്ളതേ ഉള്ളതായിരിക്കും. അതെ, കാരണം അവിടെ ഓട്ടോക്കാർ വേറൊരു പമ്പിൽ ലൈൻ അടിക്കുന്ന ലൈനായിട്ട് കിടക്കുന്ന കണ്ടായിരുന്നു പെട്രോൾ അടിക്കാൻ വേണ്ടി. നിങ്ങൾ ഓടിക്കുന്നാ പറയുന്നേ? എനിക്ക് ഡ്രോൺ വിഷ്വൽ എടുക്കണം. ഓടിക്കുമോ? പുള്ളി ഓടിക്കാന്നാ പറയുന്നത്. നമുക്ക് നോക്കാം എങ്ങനെ പരിപാടി എന്നുള്ളത്. വലിയ പാടൊന്നുമില്ല. അപ്പോൾ ഓടിക്കുമായിരിക്കും.
ഓ കാർ ഓടിക്കാൻ അറിയത്തില്ലേ? അപ്പം പിന്നെ പ്രശ്നമൊന്നുമില്ല, സെറ്റാണ്. സൈക്കിൾ ബാലൻസ് മതി, സെറ്റാണ്. അത് വാമപ്പ് ചെയ്യട്ടെ. വാമപ്പ് ചെയ്തോണ്ടിരിക്കുക. ആക്ച്വലി ഇന്നലെ എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ടായപ്പോഴത്തേക്കിനും കൈയും കാലൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു, പുറമൊക്കെ. പക്ഷെ ഇന്നിപ്പോൾ യൂസ്ഡായി. നമ്മൾ ആദ്യത്തെ ഒരു ദിവസത്തെ ബുദ്ധിമുട്ടേ ഉള്ളൂ, പിന്നെ നമ്മൾ യൂസ്ഡായി. ജിമ്മിൽ പോകുമ്പോൾ ഫസ്റ്റ് കുറച്ച് ദിവസമുള്ള ബുദ്ധിമുട്ടില്ല, അതേപോലെയൊക്കെ തന്നെ. അപ്പോൾ വാമപ്പ് ചെയ്തിട്ട് പോകും, അല്ലെങ്കിൽ ഊരം കൈയും കാലൊക്കെ വേദന ഉണ്ടാവും. ഇങ്ങനെ ക്യാമറ ഓഫ് ചെയ്ത് സ്റ്റാർട്ടായിരുന്നു. ഏതാണ് സ്റ്റാർട്ട് ചെയ്യും? ഏതാണ് ഇതല്ലേ? ഇനിയിപ്പോൾ അത് ന്യൂട്രൽ മാറി. ഇല്ല, ഇപ്പം ന്യൂട്രലാണ്. ന്യൂട്രൽ ആണെങ്കിൽ അത് ഓൺ ആയിരുന്നു കാണും. അതല്ല, ഞാൻ സ്റ്റാർട്ട് ചെയ്തോളൂ, പറഞ്ഞാൽ മതി. നിങ്ങൾ ആദ്യം ഹാൻഡ് ബ്രേക്ക് മാറ്റേ. ഹാൻഡ് ബ്രേക്കോ? അത് മാറ്റി ഹാൻഡ് ബ്രേക്ക് മാറ്റേ. അതിലത് ഇറങ്ങും. അപ്പൊ ബ്രേക്ക് പിടിക്കണം. ബ്രേക്ക് എവിടെ അറിയാമോ? ഓക്കെ. അപ്പൊ ഇനിയിപ്പോ സ്റ്റാർട്ടിംഗ് സ്വിച്ച് അല്ല, ഇത് ആദ്യം ന്യൂട്രൽ ആക്കിയാലേ സ്റ്റാർട്ട് ആവും. ഇപ്പൊ ന്യൂട്രൽ ആയത്, ഇത് തിരിച്ചാൽ അത് സ്റ്റാർട്ടായി. ഞാൻ കേറിയിട്ടില്ല, ഞാൻ കേറിയിട്ടേ വിടാവൂ. ഓക്കെ ഓക്കെ. പിടിച്ചിരുന്നോ? ഞാൻ പിടിച്ചിരുന്നുണ്ട്. വിട്ടോ വിട്ടോ വിട്ടോ. പതുക്കെ 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 പോവും. ഓട്ടോ നോക്കണം, വണ്ടി നോക്കണം. പതുക്കെ പതുക്കെ. 40 കിലോമീറ്റർ വേളി പോകല്ലേ കേട്ടോ. അമ്മ ഡോറൊക്കെ തുറന്നു പോകുന്നത്. പതുക്കെ ഓടിക്കണം. പതുക്കെ 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 കേട്ടോ, പതുക്കെ കേട്ടോ. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ എന്താ ഓടിക്കാൻ പറഞ്ഞിട്ട് പിന്നെ ആളെ കളിയാക്കി. അത്ര സ്പീഡിൽ മറിക്കില്ല, മറിക്കില്ല. ചെറിയ സൂപ്പർ സ്പീഡിലേ പോകുന്നുള്ളേ. സയ്യിർ ഭായ് ഇവിടെ ഓട്ടോ ഓടിക്കുകയാണ്. പതുക്കെ പോണം. എനിക്ക് പേടിയാവുന്നുണ്ട് സയ്യിർ ഭായിയുടെ ഓടി കണ്ടിട്ട്. വളമാണ്, മെയിൻ റോഡിൽ കൂടെ പോകുന്നതല്ലേ. സ്പീഡിൽ പോകല്ലേ. ഇത് 30 ബ്രേക്ക് ഓടി ബ്രേക്കൊക്കെ താഴെ. ഗൈസ്, അങ്ങനെ ഞാൻ പുറകെ ഇരിക്കുകയാണ്. സയ്യിർ ഭായ് മലമുകളിലൂടെ വണ്ടി ഓടിച്ചിട്ടിരിക്കുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള നമ്മളുടെ നുവാറ എലിയ എന്ന് പറയുന്ന മലം പ്രദേശത്തേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പൊളിച്ചേട്ടാ. എവിടെ നോക്കിയാലും തെങ്ങുംതോപ്പ് കാണാം, പിന്നെ മലകളും. പിന്നെ ഇപ്പം നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും തേയിലത്തോട്ടങ്ങൾ കാണാൻ സാധിക്കും. ഫുള്ള് ഇതുപോലെയുള്ള വഴികളാണ്. ഇത് നിങ്ങളുടെ മലപ്പുറത്ത് നിങ്ങളുടെ വീട്ടിലെ അങ്ങോട്ട് പോകുന്ന പോലത്തെ വഴി അല്ലേ? അതെ അതെ. എങ്ങനെയുണ്ട്? പിന്നല്ല. പക്ഷേ യു ഡിഡ് വെൽ മാൻ. ആദ്യം ഒരു കുറച്ച് സമയത്തെ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബട്ട് യു ഡിഡ് വെൽ. അപ്പോൾ നമ്മൾ ഡ്രോൺ പറത്താൻ വേണ്ടി ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയാണ്. ഡ്രോൺ പറത്തി കുറച്ച് വിഷ്വൽ എടുക്കണം. എനിക്ക് വണ്ടിയും കൊണ്ട് പോകുന്ന നല്ല രസമല്ലേ. എനിക്ക് മറ്റേ ലുബിക്ക വേണം. ഇത് ലുബിക്കല്ലേ? ഇത് അത് വേണ്ട. ലുബി ഇത് വേണ്ട വേണ്ട വേണ്ട. ഇത് സ്വീറ്റാ? വേണ്ട. അത് സ്വീറ്റാ? അല്ല, ഇത് സ്വീറ്റാ. ഇത് ഇസ് ഇറ്റ് സ്വീറ്റ്? വേണ്ട വേണ്ട വേണ്ട. ഇത് അമ്പഴങ്ങയല്ലേ? അമ്പഴങ്ങ. അത് സ്പൂണിൽ ഇച്ചിരി തന്നാൽ മതി. താങ്ക് യു. പുളി, നമ്മുടെ പുളിയില്ലേ, വാളംപുളി. വേണം വേണം വേണം. എൻ്റെ അമ്മേ, എന്തൊക്കെയോ പുള്ളി എന്നെ കൊണ്ട് എല്ലാം ടേസ്റ്റ് ചെയ്യിപ്പിച്ചോണ്ടിരിക്കുക. എനിക്ക് ലുബി വേണം. ഇത് അടിപൊളിയത്. അമ്പഴങ്ങ അത്ര പോരാ കേട്ടോ. ഇത് ഇതാ ഇതിനകത്തൊരു വേണ്ട വേണ്ട. ഞാൻ താഴേന്ന് ഡ്രോൺ പറത്തി വിട്ടില്ലേ കേക്ക്. എന്നിട്ട് നമ്മൾ കയറി വരുമ്പോഴത്തേക്കിനും നമ്മൾ ഡ്രോൺ വിഷ്വൽ എടുത്തെടുത്ത് വരുമായിരുന്നു ഞാൻ. ഈ ഡ്രോണിന് 120 മീറ്ററാണ് ഇതിൻ്റെ മാക്സിമം ഓൾട്ടിറ്റ്യൂഡിൽ പറക്കാൻ പറ്റുള്ളൂ. അതിന് മേലെ പോവില്ല. അപ്പോൾ നമ്മൾ 120 മീറ്റർ കയറി മേളിലോട്ട്. അപ്പോൾ ഈ ഡ്രോൺ എനിക്ക് ഇനി കളത്താൻ പറ്റില്ല. അപ്പോൾ അതവിടെ താഴാൻ പോയി. അതാണ് ഞാൻ വണ്ടി നിർത്തിച്ച് പെട്ടെന്ന് ഓടിപ്പോയി ചാടിപ്പോയി ഡ്രോൺ എടുത്തുകൊണ്ട് വന്നത്. അതായത് മനസ്സിലായോ? 120 മീറ്റർ നമ്മൾ ഓൾറെഡി കയറി. അപ്പം ഇനി എനിക്ക് പൊക്കത്തിലേക്ക് ആ ഡ്രോൺ പൊക്കാൻ പറ്റില്ല. അതാണ് അതിൻ്റെ പ്രശ്നം സംഭവിച്ചത്. നമ്മൾ വാഗമൺ മൂന്നാറൊക്കെ പോകുമ്പോഴത്തേക്കിനുള്ള ഒരു ചെറിയ സ്ഥലമില്ലേ, അതേപോലത്തെ തന്നെ ഉള്ളൊരു ചെറിയ സ്ഥലം. ആണോ ഇത് വണ്ടിക്കകത്ത് വെച്ചോ? വാ, ഇത് എവിടെ വെക്കും ഇനി? ഇത് വണ്ടിക്കകത്ത് വെക്കാൻ സ്ഥലമില്ല എന്നുള്ളതാണ് ഇനി ഇതിൻ്റെ പ്രശ്നം. ഓക്കെ, താങ്ക് യു. അപ്പോൾ അതുപോലത്തെ ഒരു സ്ഥലമാണിത്. അപ്പോൾ ഇത് പുള്ളി ചേട്ടൻ്റെ കട. ഇവിടെ ചേട്ടൻ ജ്യൂസും സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ
ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് നമ്മുടെ വണ്ടിക്ക്. No, normal. നോ ഓയിൽ? Ikan timbe. ഓയിൽ ഹാവ് നോ ഓയിൽ? No. Mereka bahagia dah hati. തമിഴ് നോ. ഓക്കെ Oil no. നോ Tiada. ഓയിൽ ഉണ്ട്. ഓക്കെ ഓയിലുണ്ട്. ഓക്കെ Mereka bahagia dah hati. ഓ ഇത് ലീക്ക് ആണല്ലേ? Kamu workshop po. ഓക്കെ Burul. ഓക്കെ ലീക്ക്. ഓക്കെ ഐ വിൽ ചെക്ക്. ഓക്കെ ഞങ്ങൾ വണ്ടി നിർത്തിയപ്പോൾ ഇത് കണ്ടില്ല, നമ്മുടെ വണ്ടിയിൽ നിന്ന് ഓയിൽ ലീക്ക് ആവുന്നുണ്ട് കണ്ടില്ല നോക്കി. അപ്പോൾ അതെങ്ങനെയാണ് പരിപാടി എന്താന്നുള്ളത് ഓക്കെ ഐ വിൽ ചെക്ക്. ഓക്കെ Check no. നോ Epa. ഓക്കെ ആണോ? ഓക്കെ അത് ലൂസായി. ഞാൻ രാവിലെ തുറന്നിട്ട് അടയ്ക്കാൻ ലൂസായി. ലൂസ്. ഓക്കെ താങ്ക് യു സോ മച്ച്. നൈസ് ടു മീറ്റ് യു. അത് ശരി, ആ ചേട്ടനെ കണ്ടുപിടിച്ചതേ അല്ലേ? അത് കൊള്ളാം. അത് ഞാൻ രാവിലെ തുറന്നിട്ട് അടയ്ക്കാൻ ലൂസായി. എന്തൊക്കെ പണികളാണ് ഇത്. ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് സാധാരണക്കാരൻ്റെ വണ്ടിയാണ്. ഇവരുടെ വീഡിയോയിൽ പറയുന്നത് അറിയോ, ദിസ് വെഹിക്കിൾ ഈസ് മെയ്ഡ് വിത്ത് ചീപ്പ് പാർട്സ് ഫ്രം ഇന്ത്യ എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ ഏറ്റവും വില കുറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടുന്ന വണ്ടിയാണ്. ശ്രീലങ്കയിൽ പൊതുവെ വണ്ടികൾക്ക് വിലവുള്ള. ഇവർ ജപ്പാനിൽ നിന്നൊക്കെ കാറുകളൊക്കെയാണ് ജപ്പാനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് ഇറക്കിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. കൂടുതലും ടാക്സ് ഭയങ്കര കൂടുതലാണ്. നമ്മളിപ്പോൾ അമ്പുലുവാവ എന്ന് പറയുന്ന ഒരു മലമുകളാണ്. അമ്പുലുവാവയ്ക്ക് മുകളിലേക്ക് പോകുമ്പോഴത്തേക്കിനും നമുക്ക് ഇവിടെ താഴെ വളരെ അടിപൊളിയായിട്ടുള്ള കിടിലനായിട്ടുള്ള ഒരു വ്യൂ കാണാം. ഗംബോല എന്ന് പറയുന്ന ഒരു ടൗൺ ആണ് ആ കാണുന്നത്. ഗംബോല ശരിക്കും ഈ ക്യാൻറ്റീന്ന് നുവാറ എലിയ പോകുന്ന ഒരു റൂട്ടാണ് അത്. ഗംബോല എന്ന് പറയുന്ന ടൗൺ വരുന്നത് ശരിക്കും ചുറ്റിനും മല, നമ്മുടെ മൂന്നാർ കൊടൈക്കനാൽ പോലെയൊക്കെയുള്ള ഒരു കിടില സ്ഥലം അല്ലേ, ഊട്ടി പോലെയൊക്കെയുള്ള ഒരു കിടില സ്ഥലം. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കൊള്ളാം അല്ലേ? ആ മലകൾക്കടയിലൂടെ നദിയൊക്കെ ഇങ്ങനെ ഒഴുകി വരുന്നു. നദിയുണ്ട്, ലേക്കുണ്ട്, അങ്ങനെ പല സംഭവങ്ങളുണ്ട്. ശരിക്കും ഈ ഹിൽ സ്റ്റേഷൻസ് ഒക്കെ ഭയങ്കര ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. നമ്മളിനി പോകാൻ പോകുന്ന നുവാറ എലിയ എന്നൊക്കെ പറയുന്നതൊക്കെ നല്ല കിടിലൻ കിടുക്കാച്ചി സ്ഥലങ്ങളാണ്. സിക്സാഗ് ആണ്. നല്ല ഹെയർ പിൻ കർവുകളാ, നല്ല അടിപൊളി ഹെയർ പിൻ കർവുകളാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. പട്ടി നമ്മളിപ്പോൾ ഒരു മല കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ മലയുടെ മേളിലൊരു ബുദ്ധസ്തൂപമൊക്കെ ഉണ്ട്, അത് കാണണം. പിന്നെ ഈ മലയുടെ മേളിലൊരു ചെറിയൊരു ലേക്കുണ്ട്, അപ്പോൾ അത് കാണണം. അങ്ങനെയൊക്കെയാണ് നമ്മളുടെ പ്രതീക്ഷ. ആ സ്കൈയുടെ ഒക്കെ കളറ് കണ്ടോ, എന്ത് കിടിലൻ ബ്ലൂ ആണെന്ന് നോക്കിയേ. അതായത് പൊല്യൂഷൻ തീരെ കുറവാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നത്, അതുകൊണ്ടായിരിക്കും ഇത്രയും നല്ല ബ്ലൂ കളറിലെ സ്കൈ നിൽക്കുന്നത് അല്ലേ. ഇവിടെ ഒരു മലയുടെ മേളിൽ ഒരു ലേക്കുണ്ട്. അപ്പോൾ ആ ലേക്കിലേക്ക് പോകുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ നമുക്ക് ഇവിടെ ടിക്കറ്റ് എടുക്കണം എന്ന് തോന്നുന്നു കേട്ടോ. സോ ഈസ് ദാറ്റ് എ ലേക്ക്? ഓക്കെ ടിക്കറ്റ് ടിക്കറ്റ് വേണം. ഈ 2 പേർക്ക് കയറാനേ 5000 രൂപ. 5000 രൂപ എന്ന് പറയുമ്പോൾ പൈസ കൊടുത്ത് 5000 രൂപ എന്ന് പറയുമ്പോൾ എത്ര രൂപയായി? നല്ല പൈസ ആയല്ലോ. ഫോറിനേഴ്സ് ഒരാൾക്ക് 2750 രൂപയാണ് ഫോറിനേഴ്സിന്. ലോക്കൽസിന് ഫ്രീ ആണ്, 150 രൂപ എങ്ങാണ്ടേ ഉള്ളൂ. ഭയങ്കര കയറ്റോട്ടോ. ഫസ്റ്റ് ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ. ഭയങ്കര കയറ്റമാണ്. സിക്സാഗ് പോണം. ബൈ ഇതെന്ത് കയറ്റവാ? ഇത് കണ്ടോ, റോഡ് കണ്ടോ, ചൊരം. ഇത് ഫസ്റ്റിലെ കയറുള്ളൂ കേട്ടോ, സെക്കൻഡ് ഇട്ടാ കയറത്തില്ല. ഫസ്റ്റ് ഇട്ട അയ്യോ തണുത്തു തുടങ്ങിയില്ലേ? നല്ല വെതർ. നല്ല വെതർ, കിടില വെതർ. 2 കിലോമീറ്റർ ഉണ്ട്. ഇതൊരു ട്രെയിലാണ്. 2 കിലോമീറ്റർ ഇങ്ങനെ കേറി പോണം. അയ്യോ കേറുന്നില്ല വണ്ടി. ഫുൾ ഓൺ ആക്സിലറേറ്റർ. ഇങ്ങനെ ക്ലച്ച് പിടിച്ച് വിടാൻ പറ്റുമോ? ഫുൾ ഓൺ ആക്സിലേറ്റർ. തള്ളേണ്ടി വരുമോ? ഗൈസ് നമ്മൾ പൈൻമരക്കാടുകളിലൂടെ മന്ദം പോകാൻ പറ്റുള്ളൂ പോയിക്കൊണ്ടിരിക്കുകയാണ്. അയ്യാ ഇത് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇത് കേറത്തില്ല. ഫസ്റ്റിലിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. എന്റെ അമ്മോ, മല നോക്കിയ മുമ്പില് ആ മലയുടെ മേളിലോട്ടാ കയറി പോകുന്നത്. അയ്യർഭായ് ഇതിന്റെ മേളിൽ ബോട്ടിംഗ് ഒക്കെ ഉണ്ടെന്ന്. നമ്മളതിന്റെ മേളിലോട്ട് കയറി വന്നപ്പോഴത്തേക്കിനും ഇത് ഗംഭീര സെറ്റപ്പ് നോക്കിയേ, അടിപൊളി. താഴെ കുതിരയൊക്കെ ഉണ്ടല്ലോ, കുതിര, കുളം. ഇവിടെ മേളിൽ എന്തോ ഒരു ലേക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ കിഡ്സ് പ്ലേ ഏരിയ. അത് എത്തിയില്ല, അത് നമ്മൾ വൈകിട്ടേ എത്തുള്ളൂ. ഇത് നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ ഡീറ്റൂർ ചെയ്ത് കയറി വന്ന മറ്റൊരു സ്ഥലമാണ്. ഇത് കൊള്ളാമല്ലോ പരിപാടി, അടിപൊളി.
എൻ്റെ പൊന്ന്, ഇതൊരു 1.5 കയറ്റമായിരുന്നു കേട്ടോ ഈ മലയുടെ മേളിലോട്ട് വലിഞ്ഞു കയറിയത്. നമ്മൾ ആ മല മൊത്തം വലിഞ്ഞു കയറി വേറൊരു സൈഡിലോട്ട് ഇപ്പം ചെറുതായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുക. എൻ്റെ ദൈവമേ, ഇത് കണ്ടു നോക്കി. ഇതിൻ്റെ മേളിൽ ആ മല കയറി വന്നപ്പോഴത്തേക്കിന് അതിൻ്റെ മേളിൽ ഇവിടെ ഒരു വലിയ ഗംഭീര ലേക്ക്. ഇത് കൊള്ളാം കേട്ടോ. ഇതാണ്ട് ഇതിൻ്റെ മേളിൽ അവിടെ കാണുന്നത് ഒരു ഹോം സ്റ്റേ പോലത്തെ എന്തൊരു സെറ്റപ്പാണ്. അവിടെ വീടും പിന്നെ റെസ്റ്റോറൻറ്റും പിന്നെ വ്യൂ പോയിന്റ് അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇത് ഫ്രഷ് വാട്ടർ, അതായത് മഴ പെയ്തിട്ട് വരുന്ന ഒരു ലേക്കാണ്. ആ ഒരു ലേക്കിന്റെ സമീപത്ത് നമ്മുടെ വണ്ടി. ഇവിടെ മൊത്തം യുവമിഥുനങ്ങളാണ്. ആ മരത്തിന്റെ പുറകിലും കാട്ടിലും അവിടെ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. കപ്പിൾസ് സദാചാരം. ടവറോ നേരമായല്ലോ, പോകുന്നു എത്തുന്നില്ലല്ലോ. അതിനിബിഡമായിട്ടുള്ള ശരിക്കും അതിനിബിഡമായിട്ടുള്ള പൈൻ മരം ഇല്ലേ? എന്ത് രസമാണോ ഇത്. നോക്ക്, അതിനിബിഡമായിട്ടുള്ള പൈൻമര കാട്ടിന് നടുവിലൂടെയാണ് ഗൈസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ശ്രീലങ്കയിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു ഗൈസ്. ന്യൂവാറയിൽ ഞാൻ പണ്ട് പോയിട്ടുണ്ട്, പക്ഷേ ഇത് നോക്ക്, നല്ല കിടിലം വെതർ. താഴെ എന്ത് ചൂടായിരുന്നേ, ഇപ്പം ആ ചൂടൊക്കെ മാറി കഴിഞ്ഞപ്പോഴത്തേക്കിനും സെറ്റായില്ലേ. അപ്പോൾ ഞങ്ങൾ മേളിൽ വന്നു. അങ്ങനെ ഫൈനലി നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്തു. ഈ കാണുന്ന ടുക്ടുക്കുകളെല്ലാം ഇവിടുത്തെ ടാക്സി ടുക്ടുക്കുകളാണ് കേട്ടോ. നമ്മൾ മാത്രമാണ് ഓടിച്ചുകൊണ്ട് വന്നത്. പക്ഷേ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഞാൻ കാണുന്നില്ല. വേറെ ബാക്കിയെല്ലാം സെയിമാണ്. ഇവിടെ മറ്റേ ഊഞ്ഞാലുണ്ട്. നോക്കിയാൽ നമ്മൾ എൻ്റെ അപ്പം ഇൻഫിനിറ്റിയിലേക്ക് ആടുന്ന ഊഞ്ഞാല്. ഇതിങ്ങനെ ഇൻഫിനിറ്റി കണ്ടില്ലേ? ആ ഇൻഫിനിറ്റിയിലേക്ക് നമ്മുടെ ആ താഴെ കാണുന്ന ആ ഒരു ടൗണാണ് ആ കാണുന്നത്. ആ ഇൻഫിനിറ്റിയിലേക്ക് ഇങ്ങനെ ആടാൻ വേണ്ടിയുള്ള ഒരു ഊഞ്ഞാലാണ് ഇവിടെ കാണുന്നത്. സേഫ്റ്റി ഹാർനസ് ഒക്കെ ഇട്ടിട്ട് അതിലിരിക്കാൻ പറ്റുള്ളൂ. ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് തരുമെന്ന് തോന്നുന്നു. ഗംഭീര പരിപാടി. നമ്മൾ ബാലിയിൽ പോയപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട് പണ്ട്. ഇത് കാണാൻ വേണ്ടിയാണ് ഇതിൻ്റെ മേളിലേക്ക് എല്ലാവരും വരുന്നത്. ഇവിടെ ഒരു ടവറുണ്ട്. താഴെ നമുക്ക് റോഡിൽ നിന്ന് കാണാമായിരുന്നു. എന്ത് വ്യൂ അല്ലേ. അങ്ങനെ ദൂരെ ഇങ്ങനെ മലനിരകൾ ഇങ്ങനെ കാണാം നമുക്ക്. കണ്ടോ, ഇതിലേതൊക്കെയോ വഴി കൂടെയൊക്കെയാണ് നമ്മൾ ഇത്ര നേരം ഓടിച്ചു വന്നത്. ഇതിൻ്റെ മേളിലും റിസോർട്ടോ ഹോട്ടലൊക്കെ ഉണ്ട്. ഇതിൻ്റെ മേളിൽ ഇവിടെ ഒരു അമ്പലവും അതേപോലെ തന്നെ ഒരു ബുദ്ധസ്തൂപം പോലത്തെ ഒരു ടവറാണത്. അമ്പളുവാവ റിലീജിയസ് സെൻറ്റർ ആൻഡ് ബയോഡൈവേഴ്സിറ്റി കോംപ്ലക്സ്. ഇത് ബേസിക്കലി ഇവിടെ ഒരു ബുദ്ധ ക്ഷേത്രമാണ്. മോസ്കോ ഉണ്ട്. അടിപൊളി. മൊത്തത്തിലെല്ലാം ഉണ്ട്. മോസ്കോ ഉണ്ട്. ഇതിൻ്റെ മുകളിലേക്കും വലിഞ്ഞു കയറുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ ഇവിടെ ഒരു മോസ്ക്, പിന്നെ ഒരു അമ്പലം, പിന്നെ അത് പള്ളി. അതുകൊള്ളാമല്ലേ കൺസെപ്റ്റ്? ഇതൊക്കെ ഫങ്ഷണൽ ആണോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ കൺസെപ്ച്വലായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഇത് ഇവിടെ എന്തോ പണി നടക്കുന്നു. പിന്നെ ഇതൊരു അമ്പലം ആരാണെന്ന് അറിയത്തില്ല. പിന്നെ അവിടെ ഒരു യേശുക്രിസ്തുവിൻ്റെ ഇത് കാണാം. ഇവിടെ ഒരു ചെറിയൊരു ഫൗണ്ടൻ കാണാം. പിന്നെ അവിടെ ഒരു ബുദ്ധൻ്റെ പ്രതിമ കാണാം. പിന്നെ ഇവിടെ മറ്റൊരു ടവറ്. കൊള്ളാം. അതായത് ശരിക്കും പറഞ്ഞ ഒരു മലയുടെ മുകൾ ഭാഗം അത് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റിയിരിക്കുക. അത് കൊള്ളാമല്ലേ പരിപാടി? ഒരു റിലീജിയസ് ടൂറിസം പോലെ തന്നെ ആളുകളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കിനും 360 ഡിഗ്രി മലയായിരിക്കും കാണാൻ സാധിക്കുന്നത്. അതാണ് ഈ ടവറിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ്. ഇത് താഴെ ഞാൻ ആക്ച്വലി നേരത്തെ ഒത്തിരി ദൂരെ താഴേന്ന് ഞാൻ കണ്ട് സൈർബായിനോട് ചോദിച്ചായിരുന്നു നമുക്ക് ഇതിൻ്റെ മേളിലേക്ക് പോയാലോ എന്നുള്ളത്. പക്ഷേ അതങ്ങനെ കണ്ടപ്പോഴത്തേക്കിനും ഇതുപോലത്തെ ഒരു സ്ഥലമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചല്ല. ഭയങ്കര രസമല്ലേ? മൊത്തത്തിൽ നല്ല ഒരു ഭംഗിയുണ്ട് കാണാനായിട്ട്. ടൂറിസം പ്രൊമോട്ട് ചെയ്യാനായിട്ട് ശ്രീലങ്കക്കാരെ കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കി ആൾക്കാരെല്ലാവരും എല്ലാം സെറ്റായിട്ട് ചെയ്യും. ഗൈസ്, ഇവിടെ ഭയങ്കര ഒരു പ്രശ്നം പറ്റി ഗൈസ്. ഞാനേ പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കിനും ഈ മനുഷ്യൻ വരുന്നില്ല എന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കുമായിരുന്നേ. ഞാൻ തിരിച്ച് വന്നപ്പോഴത്തേക്കിനും നമ്മൾ നേരത്തെ വാങ്ങിച്ച നെല്ലിക്ക, ലോലിക്ക, നോമ്പ് തുറക്കാൻ വേണ്ടി വെച്ചിരുന്ന സാധനങ്ങൾ, പിന്നെ നേരത്തെ വാങ്ങിച്ച പെപ്സിയുടെ കുപ്പിയില്ലേ, ഓയില്, അത് ഒക്കെ കുരങ്ങന്മാരെടുത്തോണ്ട് പോയി. അത് പെപ്സിയാന്നും പറഞ്ഞുകൊണ്ട് എടുത്തോണ്ട് പോയതാണ് അവന്മാർ കുടിക്കുമോ? അത് ഇതിനകത്ത് വെണ്ടക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് മങ്കീസ് ക്യാൻ ബി എ മെനേസ് എന്നും പറഞ്ഞുകൊണ്ട്. കണ്ടില്ലേ അത്? മൈനസ് അല്ല, മെനസ്. എന്റെ പൊന്ന് സൈർമായി, അവിടെ അടച്ചിട്ടിരിക്കുന്ന ഓട്ടോ വരെ അവന്മാര് വന്ന് തുറന്നിട്ട് മയണീസ്. എന്റെ ദൈവമേ, ചേർന്നേട്ടാ. മങ്കി ഭയങ്കര പ്രശ്നം കേട്ടോ. മങ്കി ഭയങ്കര പ്രശ്നമാണ്. ഞാൻ വന്നിട്ട് നിങ്ങൾക്ക് പോയിക്കൂടായിരുന്നോ? അല്ല, ഞാൻ അതല്ല, ഞാൻ വാഷ്റൂം പോയതാ. വാഷ്റൂമിൽ അത് തന്നെ, ഞാൻ വന്നിട്ട് പോയാൽ പോരായിരുന്നോ? എന്റെ ദൈവമേ, അബദ്ധമായിപ്പോയി. അത് സാറുകളെല്ലാം പോയി. അത് പോയതല്ല വിഷമം. അവന്മാർ ആ ഓയിൽ കൊണ്ടുപോയിട്ട് അവന്മാരെങ്ങനെ അത് കുടിച്ചു കഴിഞ്ഞാൽ അവർ ചാവില്ലേ? പക്ഷേ നമ്മൾ കണ്ടില്ല. അത് പറിച്ചിട്ട് ഓടുകയല്ലേ. പിന്നെ എന്ത് ചെയ്യാനാ? ഇവിടെ മൊത്തം ബുദ്ധനും യേശുക്രിസ്തുവും പിന്നെ ഭഗവാനും അള്ളാഹുവും എല്ലാവരും ഉണ്ട്. എല്ലാ മതക്കാരെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള സംഭവങ്ങൾ ഇവരിവിടെ ഇതിൻ്റെ മുകളിൽ ചെയ്തു വെച്ചിട്ടുണ്ട്.
സോ ഇനിയിപ്പം നമ്മുടെ ചലഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ഈ കയറ്റം കയറി വന്ന ആ ഒരു 2.5 കിലോമീറ്റർ എന്ന് പറയുന്നത് അതിഭയങ്കരമായിട്ടുള്ള സ്റ്റീപ്പ് കയറ്റമായിരുന്നു. അതിന് ഇറങ്ങുമ്പോഴത്തേക്കിനും അതിഭയങ്കരമായിട്ടുള്ള സ്റ്റീപ്പ് ഇറക്കമാവും. ഈ ഓട്ടോ എങ്ങനെയാ താഴെ ഇത്ര ഇറക്കുന്നതെന്ന് അറിയുമോ? ഇറക്കുന്നേ പക്ഷെ സെക്കൻഡിൽ ഇടുമ്പോഴത്തേക്കിനും ബ്രേക്ക് ഭയങ്കരമായിട്ട് കൊടുക്കേണ്ടി വരും. അല്ല ഓക്കെയാണ്, പക്ഷെ ബ്രേക്ക് എങ്ങാനും ഒന്നും പറ്റത്തില്ലല്ലോ അല്ലേ? നമുക്കിത് വലിയ ധാരണയില്ലല്ലോ ഇത് എങ്ങനെയാണ് ഇറക്കുന്നതെന്നുള്ളത്. ഇവിടുത്തെ ഓട്ടോക്കാരൊക്കെ ന്യൂട്രൽ ഇട്ടാട്ടോ പോകുന്നേ. ഞാനും ട്രൈ ചെയ്ത് നോക്കി ന്യൂട്രൽ ഇട്ട് കഴിയുമ്പോഴത്തേക്കിനും, പക്ഷെ റിസ്ക്കാ. വെറുതെ എന്തിനാ പണി വാങ്ങുന്നത്? കയറി പോയപ്പോരെ. ഞങ്ങളെ ഇങ്ങനെ വരുന്ന വഴിക്ക് എനിക്കാണ് ഭക്ഷണം കഴിക്കണമല്ലോ, അപ്പോൾ ഇങ്ങനെ നോക്കി വന്നപ്പോഴത്തേന് കേരള കിച്ചൺ ശ്രീലങ്കൻ ഇന്ത്യൻ ചൈനീസ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ബോർഡ് കണ്ടു. ഇത് ആരിൽ അടച്ചിട്ടിരിക്കുക സൈറുമായി? ആരും കാണുന്നില്ല. ഇനി വല്ല മലയാളിയുടെ ആയിരിക്കും, ഇല്ലെങ്കിൽ പിന്നെ കേരള കിച്ചൺ എന്ന് പറഞ്ഞ പേരിടുവോ? ഇല്ലെങ്കിൽ വല്ല കേരളത്തിലും വല്ല ജോലി ചെയ്ത ശ്രീലങ്കൻ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഗൾഫിൽ എവിടെങ്കിലും വല്ല മലയാളി ബോസ് ഉണ്ടായിരുന്നായിരിക്കും. അതാ നമ്മുടെ നാട്ടിലെ ആൾക്കാർ മറ്റേ എന്താ പറയാ ഷെയ്ഖുമാരുടെ പേര് വെച്ചിട്ട് കടകളൊക്കെ എടുത്തില്ലേ, അതേപോലെ തന്നെ ഗൾഫിൽ ചിലപ്പം വല്ല കേരള ബോസ് ഉണ്ടായിരുന്നു. അതായിരിക്കും. നമ്മൾ മേളിൽ നിന്ന് കണ്ട ഗംപോല എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ ഇറങ്ങി വന്നു. അപ്പോൾ ഇവിടെ ഒരു സ്കൂൾ വിട്ട സമയമാണ് ഇപ്പോൾ, അതാണ് തിരക്കും കാര്യങ്ങളൊക്കെ. അടിപൊളി. ടീച്ചർ ഇവരുടെ സാരി ഉടുപ്പ് ഒരു രക്ഷയില്ല കേട്ടോ, നല്ല ഭയങ്കര രസമാണ് ഇവരുടെ സാരി ഉടുത്തിരിക്കുന്നത് കാണാനായിട്ട്. അവിടെ മുമ്പിൽ ഒരാളൊരു വണ്ടി ഇട്ടിട്ടുണ്ട് ആ സൈഡിൽ. അവിടെ കണ്ടോ, അവിടെ അതാണ് ഇയാൾ പൊപ്പ അടിച്ചോണ്ടിരിക്കുന്നത്. ഗൈസ് മൊത്തത്തിൽ ബ്ലോക്കായി ഗൈസ്. ഇവിടെ റെഡ്, എല്ലാം റെഡാണല്ലോ. ഓട്ടോ റെഡ്, ബസ് റെഡ്, ബൈക്ക് റെഡ്, ഫുള്ള് റെഡിന്റെ മായം കണ്ടില്ലേ? മൊത്തം റെഡാണ്, എല്ലാം റെഡ്. അടിപൊളി റെഡ് ഗൈസ്, ഫുൾ റെഡ്. എല്ലാവരും പോയിട്ട് നമുക്ക് പോവാം. ഈ ചേട്ടൻ, ഈ ലെഫ്റ്റിൽ കാണുന്ന സിൽവർ ചേട്ടനാണ് ഇത്രയും ബ്ലോക്ക് ആക്കിയത് ഇവിടെ. സൈർ ഭായ്, പള്ളിയുണ്ട്, പള്ളി ഇവിടെ മുമ്പിൽ റൈറ്റ് സൈഡില് മോസ്ക്. പാർക്കിംഗ് ഇല്ല. ഓ മാൻ, ഇത് ഭയങ്കര വലിയ സ്ഥലമാണല്ലോ. നമ്മൾ ചെറിയൊരു സ്ഥലത്ത്, ഭയങ്കര വലിയ സിറ്റിയാണ്, അതിൽ ചെറിയ ചെറിയ റോഡുകൾ. നമ്മൾ തഞ്ചാവൂരും രാമേശ്വരം ഒക്കെ പോകുന്ന പോലെ തന്നെ ട്രിച്ചി അവിടെയൊക്കെ പോകുമ്പോൾ നമ്മൾ ആ സിറ്റിയിലൂടെ ഇങ്ങനെ പോകുമ്പോഴത്തേക്കിനും നമ്മൾ പെട്ടെടുക്കത്തില്ലേ, അതേപോലത്തെ തന്നെ ഒരു സെറ്റപ്പാണ്. ആ വൃത്തിയൊക്കെ ഉണ്ട്, അതിന് പ്രശ്നമൊന്നുമില്ല, വൃത്തിയില്ലായ്മയൊന്നുമില്ല, എനിക്കെല്ലാം ഓക്കെയാണ്. എനിക്ക് ഫാൻസായി. മുമ്പിലത്തെ വണ്ടിയിലെ പിള്ളേരെ കൈ കാണിക്കുന്നു കണ്ടില്ല അവിടെ മുമ്പില് അവനെ വിളിച്ചതാ, ഞാൻ കൈ കാണിച്ചോണ്ടിരുന്നപ്പോ. മനസ്സിലാകത്തില്ല നമുക്ക് ഏതാണ് പ്രൈവറ്റ് ഏതാ ടാക്സി, നമുക്ക് മനസ്സിലാകുമല്ലോ ഇവിടുത്തെ ഓട്ടോറിക്ഷയാണ്. ആ കളറ് സെയിമാ, കളറൊക്കെ എല്ലാം സെയിമാ. ഏത് ഓട്ടോ ആണ് എന്താണെന്നുള്ളത് മനസ്സിലാവുകയല്ല. സ്കൂള് വിട്ട സമയമാ, ഭയങ്കര തിരക്കാ. ഇല്ലെന്നേ, കളർ സെയിമാ, മനസ്സിലാവും. നമ്പർ പ്ലേറ്റ് ഒക്കെ സെയിമാ, അല്ല ആണെന്ന്, എല്ലാം സെയിമാ, ഒരു വ്യത്യാസവും ഇല്ല, എല്ലാം സെയിം, എവറിത്തിങ് സെയിം. ഇവിടെ നിറച്ച് സ്കൂളാണെന്ന് തോന്നുന്നു. ഇത് ഗേൾസ് സ്കൂളാ കേട്ടോ. നമ്മൾ മേലെ കണ്ടത് ബോയ്സ് സ്കൂളാണെന്ന് തോന്നുന്നു. അല്ല, ബോയ്സും ഉണ്ട്. എന്നാ മിക്സഡ് സ്കൂളാ. പക്ഷെ പെമ്പിള്ളേരെ മാത്രമേ കാണുന്നുള്ളൂ. ബോയ്സ് അവിടെ, ബോയ്സ് കുറവാ. ആദ്യം ഗേൾസിനെ വിട്ടിട്ടായിരിക്കും പിന്നെ ആയിരിക്കും ബോയ്സിനെ വിടുന്നത്, അങ്ങനെ വല്ലതും ഉണ്ടാവും. സ്കൂൾ ടൈം, യാ. എന്ത് തിരക്കാണ് ഇത്. ഒരു ഓട്ടോയിൽ എത്ര പിള്ളേരൊക്കെയാ കയറി പോകുന്നതൊക്കെ, 10-15 പിള്ളേരൊക്കെയാ കയറി പോകുന്നത് ഒരു ഓട്ടോയിൽ. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് അങ്ങനെ കൊണ്ടുപോകായിരുന്നു, പക്ഷെ ഇപ്പം അങ്ങനെയൊന്നും കൊണ്ടുപോകത്തില്ല, ഇപ്പം അതൊക്കെ മാറി. ഈ സ്കൂളിന്റെ പേര് സെയിന്റ് ജോസഫ് ബാലിക മഹാവിദ്യാലയ. പിള്ളേർ പോകുന്ന കണ്ടില്ല, അതൊക്കെ ദൂരെ പിള്ളേർ. അതൊക്കെ സെക്യൂരിറ്റിയും പോലീസും ഒക്കെ നിന്നിട്ടേ ആ ഒരു രീതിയിലാണ് അവര് കൺട്രോൾ ചെയ്യുന്നത്. ഭയങ്കര അടിപൊളിയായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ അതേപോലെയൊക്കെ തന്നെ. വഴി മാറ മുണ്ടക്കൽ ശേഖര. ഈ നാട്ടിൽ ബൈക്കിനെക്കാട്ടി കൂടുതൽ ടുക്ടുക്ക. അതാണ് എനിക്കങ്ങനെ തോന്നിയത്. ബൈക്കിനെക്കാട്ടി കൂടുതൽ ടുക്ടുക്കുകളായിരിക്കും. 10 ലക്ഷത്തിലധികം ടുക്ടുക്കുകൾ ശ്രീലങ്കയിലുണ്ടെന്നാണ് പറയുന്നത്. ഈ ചെറിയ സ്ഥലത്ത്, ചെറിയ സ്ഥലമല്ല ഈ രാജ്യത്ത്. നമ്മളിങ്ങനെ പോകണ്ടേ, ഈ നദി കടന്ന് ക്രോസ് ചെയ്ത്, പാലം ക്രോസ് ചെയ്ത് പോകണം എന്നാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. തേയിലത്തോട്ടങ്ങൾ കണ്ടു തുടങ്ങി. നമ്മളിങ്ങനെ നുവാറേലിയ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. നുവാറേലിയ എന്ന് പറയുന്നത് ശ്രീലങ്കയിലെ മൂന്നാർ പോലത്തെ ഒരു സ്ഥലമാണ്. മൂന്നാർ പോകുന്ന പോലെ തന്നെയുള്ള ഒരു കിടിലൻ റോഡ്, അങ്ങനത്തെ റോഡിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഇതിപ്പോൾ എനിക്ക് വണ്ടിപ്പെരിയാർ എത്തിയ പോലെ ഉണ്ട്. തേക്കടി എത്തുന്നതിന് മുമ്പ് വണ്ടിപ്പെരിയാർ എത്തുമല്ലോ, അതേപോലെ ഉണ്ട്. ഓട്ടോറിക്ഷയുടെ കളറ് മാത്രം മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതുപോലെയൊക്കെ തന്നെ ഏകദേശം ഉള്ളത്. ഇവിടെ കുറേ പള്ളിയുണ്ട് കേട്ടോ ഈ ഭാഗത്ത്, ഇഷ്ടംപോലെ പള്ളികൾ കാണാം.
എല്ലാം ചെറിയ ചെറിയ പള്ളികളാണ്, പക്ഷേ നല്ല രസമാണ് കാണാൻ. അതുകൊണ്ട് ഒരു പള്ളി കണ്ടു. അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഇവിടെ ലെഫ്റ്റിൽ നമുക്ക് ഇവിടെ ഒരു തമിഴ് ടെമ്പിൾ കാണാം. അടിപൊളി തമിഴ് ക്ഷേത്രവും പള്ളിയെല്ലാം ഉണ്ട്. നമ്മളിപ്പോൾ നുവാറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു റൂട്ട് എന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയുള്ള ഒരു റൂട്ടാണ് ശരിക്കും. അത് മറ്റേ ഏഞ്ചൽസ് ട്രംപറ്റ് എന്ന് പറയും അതിന്. ഇടുക്കിലൊക്കെ കാണുന്ന സാധനം ഇഷ്ടം പോലെ ഉണ്ട്. ഭയങ്കര ഭംഗിയുള്ള, നമ്മൾ മൂന്നാർ പോകുന്ന പോലത്തെ, അല്ലെങ്കിൽ ഊട്ടി റോഡില്ലേ, വയനാട്ടിലുള്ളവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഊട്ടി റോഡ് പോലത്തെ സ്ഥലം. നല്ല വെതർ, അടിപൊളി കാലാവസ്ഥ. പിന്നെ ഇവിടെ തേയിലത്തോട്ടങ്ങളും പിന്നെ നമ്മുടെ തേയില ഫാക്ടറികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ചുറ്റിനും മലകളാണ്, മലയുടെ മേളിലെല്ലാം തേയിലയാണ്. പണ്ട് ബ്രിട്ടീഷുകാർ വന്ന സമയത്താണ് ഇവിടെ ആദ്യമായിട്ട് തേയില നടന്നത്. നമ്മുടെ അവിടെ അങ്ങനെയാണല്ലോ. അപ്പോൾ തേയില കൃഷിയായിരുന്നു പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാരുടെ പ്രധാന ഇവിടുത്തെ ആ ഒരു പരിപാടി എന്ന് പറയുന്നത്. അവർ ശ്രീലങ്ക വന്നിട്ട് മെയിനായിട്ട് അവർ ശ്രീലങ്ക യൂസ് ചെയ്തത് തേയില കൃഷി ചെയ്യുന്നതിന് വേണ്ടിയാണ്. അതിൻ്റെ പ്രത്യേകിച്ചും നുവാറേലിയ, കാൻഡി, പിന്നെ ഇവിടുത്തെ ഹിൽ സ്റ്റേഷൻ കംപ്ലീറ്റ് തേയില കൃഷികളുടെ ഒരു കേന്ദ്രമാണ്. ആ തേയില കൃഷികളുടെ നടുവിലൂടെയുള്ള ആ റോഡിലൂടെ നമ്മളിപ്പോഴും നമ്മൾ മന്ദം ഉരുട്ടി നമ്മൾ നുവാറേലിയ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ശ്രീലങ്കയിൽ അതിഭയങ്കരമായിട്ടുള്ള മഴയും പ്രകൃതിക്ഷോഭവും പ്രശ്നങ്ങളും വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായത്, വലിയ കുറേ ആളുകൾ മരണപ്പെടുകയൊക്കെ ചെയ്ത ഒരു സംഭവം കുറേ പേര് നിങ്ങൾ വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ആ സ്ഥലത്തുകൂടിയാണ് ഞാനിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒത്തിരി സ്ഥലത്ത് ഉരുൾ പൊട്ടിയതും അങ്ങനെയുള്ള സംഭവങ്ങളും പ്രശ്നങ്ങളൊക്കെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ബേസിക്കലി അങ്ങനത്തെ ഒരു ഹിൽ സ്റ്റേഷൻ ആണല്ലോ, അതാണ് ബേസിക്കലി അങ്ങനത്തെ ഒരു സ്ഥലമാണ്. പക്ഷെ എൻ്റെ അമ്മോ, ഇത് ടണല്, ഇത് കണ്ടില്ലേ, എന്തുകൊണ്ട് അയാൾ അയോധ്യ ടണലെന്ന് നോക്കി. ഒന്നുമില്ല, ഒരു ചെറിയ ടണലാണ്. നമ്മുടെ മല ഒന്ന് മുറുകെ കടക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കുഞ്ഞു ടണൽ. അയ്യോ ഇരുട്ടായി, അയ്യോ ഇരുട്ട്. ചെറിയ ടണല, നമ്മുടെ മണാലി റൂട്ടിലൊക്കെ ഉള്ള പോലത്തെ ഒരു കുഞ്ഞു ടണല്. ഇവിടെ റംബോഡ ഫോൾസ് എന്ന് പറഞ്ഞ് എന്തോ ഒരു സംഭവമുണ്ട് ഇവിടെ എവിടെയോ ആണത്. ഗൈസ്, എനിക്കൊരു ചായ കുടിക്കണം, പിന്നെ ഒന്ന് ടോയ്ലറ്റിൽ പോകണം, അങ്ങനത്തെ ഒരു ചെറിയ ശങ്ക ഒക്കെ. സോ വി സ്റ്റോപ്ഡ് അറ്റ് സം പ്ലേസ്. ഐ ഹോപ്പ് വി ഗെറ്റ് ചായ ഹിയർ. ഫുഡ് കഴിക്കാതിരിക്കുന്ന ആൾക്കാർക്കും ടോയ്ലറ്റ് ശങ്കയൊക്കെ വരുമല്ലേ? ഞാൻ വരുന്നത്, എനിക്ക് വരാം. അല്ല, രണ്ടും കൂടെ ഒരുമിച്ച് പോയിരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. പോയിട്ടോ, നിങ്ങൾ പോയിട്ടോ ആദ്യം. ഞാൻ പറ്റി ചായ കുടിച്ച് സെറ്റായിട്ടായിരുന്നു. ചായ കുടിക്കാൻ നിർത്തിയപ്പോഴേ ഇത് ഇവിടെ കണ്ടല്ലേ, വഴി മൊത്തം ഈ ചക്കയുണ്ടല്ലോ, ഇത് ഇടിച്ചക്കയും പിന്നെ ഇളം ചക്കയൊക്കെയാണ്. ഇത് കറി ഉണ്ടാക്കാനും ഇവരുടെ ഇത് വെച്ച് നമ്മുടെ ഇഷ്ടംപോലെ കറി ഉണ്ടാക്കും. ഇത് പച്ചച്ചക്കയാണ്, ഇടിച്ചക്ക പോലത്തെ സാധനമാണ്. ഇത് വെച്ച് നല്ല കറി ഉണ്ടാക്കും. നല്ല ശ്രീലങ്കൻ ഡിഷസ് ഇഷ്ടംപോലെ ഉണ്ടാക്കും. പിന്നെ നല്ല ഫ്രഷ് പൈനാപ്പിള്, പിന്നെ നല്ല കുറേ ഇലവർഗ്ഗങ്ങൾ, ഇതൊക്കെ ലോക്കലി പ്രൊഡ്യൂസ്ഡ് ആണ്. ഈ ഭാഗങ്ങളിലൊക്കെ തേയില മാത്രമല്ല, വേറെ ധാരാളം കൃഷികൾ ഇവർക്കുണ്ട്. അതായത് നമ്മൾ ഇടുക്കിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഉള്ള പോലത്തെ തന്നെ സെയിം സെറ്റപ്പ് ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം അതേപോലെ തന്നെയല്ലേ എല്ലാം ഉള്ളത്. നല്ല അടിപൊളി ചായ. ഈ സിലോൺ ടീ ഭയങ്കര ഫേമസ് ആണല്ലോ. സിലോൺ ടീ എന്ന് പറഞ്ഞ് കേട്ടിട്ടല്ലേ? നമ്മൾ ചായ കുടിക്കേണ്ട സ്ഥലത്ത് വരുമ്പോൾ ചായ കുടിക്കണ്ടേ, അതാണ്. റെഡി ടു ഗോ. എങ്ങനെയുണ്ട് ഇന്ന് എങ്ങനെയുണ്ട്? ഇന്നലത്തെ എൻ്റെ അത്ര ക്ഷീണമുണ്ടോ? ഇന്ന് ക്ഷീണമൊന്നുമില്ല. വെതർ അടിപൊളിയാട്ടോ, നല്ല തണുപ്പില്ലേ? ഇന്നലെ ഭയങ്കര ചൂടായിരുന്നു, ഇന്ന് ഭയങ്കര തണുപ്പാണ്. ഇന്ന് നമ്മളെ വണ്ടി ഫുൾ സെറ്റപ്പാണ്. നോക്കി, ഇത് ഒരിടത്തുനിന്ന് ഇറങ്ങി പോകണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ സാധനങ്ങൾ ശ്രദ്ധിക്കണമെന്നറിയാമോ? ചാർജർ, പിന്നെ ഇത് നമ്മുടെ ഒരു ക്യാമറ, ഇത് നമ്മുടെ വേറെ ക്യാമറ, ഇത് അകത്തും പുറത്തൊക്കെ വീഡിയോ എടുക്കണ്ടേ, അതിന് വേണ്ടി ഇവിടെ ക്യാമറയൊക്കെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ബാഗ്, പെട്ടി. സൈഡ്ബായി പോയി കഴിയുമ്പോഴത്തേക്കിനും ഇത് രണ്ടും ഉണ്ടാവില്ല, പിന്നെ ഞാൻ ഇത് മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. പക്ഷെ ഇത് ഞാൻ വിചാരിച്ചതിനെക്കാട്ടി നല്ല പെർഫോമൻസ് ഉണ്ട് വണ്ടിക്ക്. ഞാൻ ആക്ച്വലി നിങ്ങളെ കയറ്റത്ത് ഓടിച്ചല്ലേ? ശരിക്കും ഞാൻ വിചാരിച്ചത് ഇത് കയറ്റത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ അല്ല, എനിക്ക് ആക്ച്വലി ഇത് ഫാർ ബെറ്റർ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ വലിയൊരു എക്സ്ട്രീം ബുദ്ധിമുട്ട് തോന്നിയില്ല. സെക്കൻഡിലിട്ട അത്യാവശ്യം കയറ്റമൊക്കെ കയറും. നമ്മൾ മറ്റിടത്ത് വലിഞ്ഞ് കയറിയത് ഫസ്റ്റിലിട്ട് കയറണമായിരുന്നു. അയ്യോ, അത് ചില സമയത്ത് കയറുമെന്ന് പോലും ഞാൻ പേടിച്ചായിരുന്നു. മോനെ, നമ്മളങ്ങനെ മേളിലോട്ട് കയറി വരുമ്പോഴത്തേക്കിനും നമുക്ക് കോടയൊക്കെ മുമ്പിൽ ദൂരെ മലയുടെ മേളിൽ കോടയൊക്കെ കാണുന്നു. തണുത്ത് തുടങ്ങുന്നു. അടിപൊളി, നല്ല കിടിലം വെതർ. ഇതിന്റെ സാധനം സ്ട്രോബെറി. ഹൗ മച്ച്?
For one or two? Oh, one. Huh? One. 700 for one? One. ഓ 700 എന്ന് പറയുമ്പോഴത്തേക്കിന് അത് കുറെ ആയില്ലേ സൈർ ഭായി? 1000 എന്ന് പറഞ്ഞാൽ 300 കുറെ അല്ല, നമ്മുടെ നാട്ടിലെ റേറ്റ് ആണ് അല്ലേ? നല്ലതാണോ? ഇസ് ഇറ്റ് സ്വീറ്റ്? പക്ഷെ കണ്ടിട്ടൊരു ഗുമ്മില്ല. തമിഴാ? സിംഹള? സിംഹള. സിംഹളയില് നമസ്കാരം ഐബുവാൻ. ഐബുവാൻ ഈസ് ഇൻ സിംഹള. ഓക്കെ, ഐബുവാൻ. താങ്ക് യു. നന്ദി. താങ്ക് യു. ഇസ്തുതി. ഓക്കെ, ഇസ്തുതി. ഐബുവാൻ എന്ന് പറയുന്നത് ഐബുവാൻ നമസ്കാരം. ഇസ്തുതി എന്ന് പറയുന്നത് നമ്മുടെ ഇത് എന്താണ്, താങ്ക് യു. വയറ്റിൽ നിന്ന് ശരിക്കും പോകണമെന്നുണ്ടെങ്കിൽ ഇതുകൂടെ കഴിച്ചാൽ മതി. നോമ്പ് തുറക്കാനായിട്ട് നിങ്ങൾക്ക് ഞാൻ പല സാധനങ്ങളും വാങ്ങിച്ചു വെക്കുന്നുണ്ട് ഇവിടെ. നേരത്തെ നോമ്പ് തുറക്കാൻ വേണ്ടി ഒരു സാധനം വാങ്ങിച്ചത് കുറങ്ങാൻ കൊണ്ടുപോയി. സോ ഇസ്തുതി. താങ്ക് യു അല്ല, ഇസ്തുതി. യു ഷുഡ് സേ ഇസ്തുതി. ഓക്കെ. വാട്ട് ഈസ് യുവർ നെയിം? പേരെന്നാ? ജയന്ത. ഓക്കെ, നൈസ് ടു മീറ്റ് യു. ഇസ്തുതി. ഓക്കെ. ബുദ്ധ സരണായി. Buddha Saranay. Are you Buddhist? Okay, fine. I Hindu. He Muslim. Okay, thank you. ഞങ്ങളെ പോകുന്ന വഴിക്ക് ഇവിടെ റോഡ് സൈഡിൽ പച്ചക്കറിയൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ? നല്ല ഫ്രഷ് സാധനം. സൈബ ഇത് കണ്ടോ? ഇതെന്താ സാധനം? ഇത് ഉള്ളിത്തണ്ട അല്ല, ഉള്ളിത്തണ്ടാണത്. ഇത്രയും വലുതോ? ഇത്രയും വലുതുണ്ടാവും? എൻ്റെ അമ്മോ, ഇത് നല്ല അടിപൊളി ക്യാരറ്റ്. പക്ഷെ ഇതൊക്കെ ലോക്കൽ മാർക്കറ്റിൽ പോകുന്ന സാധനമായിരിക്കും അല്ലേ? ഷംജിത് ഭായ് ഉണ്ടായിരുന്ന പറയും ഇതിപ്പോൾ ഏതാണ് എങ്ങോട്ടാണ് പോകുന്നത്. പിന്നെ നമ്മുടെ ക്യാബേജ്, പിന്നെ ലെറ്റ്യൂസ്, ക്യാരറ്റ്, ഇതൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഇവിടെ ലോക്കലിവിടെ കടകളിലും കിട്ടും. ബീട്രൂട്ട് സംഭവങ്ങൾ, ബജി മുളക് എല്ലാം ഉണ്ട്. ഇതെല്ലാം ലോക്കലാ? ഇതെല്ലാം ഇങ്ങനെ ലോക്കൽ ലബുക്കല്ലേ? ഓക്കെ, ഇവിടത്തെ അല്ലേ? ഇങ്ങനത്തെ. ഓക്കെ, ഇതൊക്കെ ഇവിടെ ഉണ്ട്. കുഞ്ഞി ക്യാരറ്റ്. അത് മറ്റേ ഉള്ളിത്തണ്ട് തന്നെയാ കേട്ടോ, അല്ലേ? അങ്ങനല്ലേ എന്നെ പറയുന്നേ? യെസ്. ഇങ്ങനെ പച്ചക്കറിയൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നുണ്ടോ? ഇടിയിലും വെതറാ കേട്ടോ, നല്ല സുഖം. ജാക്കറ്റ് വേണ്ടി വരുമോ സഹീർ ഭായി? ജാക്കറ്റ് ഉണ്ട്. എവിടെ? എന്റെ പെട്ടിയിലുണ്ട്. ഓ, നിങ്ങൾ ചൈനയിൽ പോയല്ലേ? എന്റെ ജാക്കറ്റ് ഒന്നും ഇല്ല. ഞാൻ ഫുള്ള് സ്ലീവ്ലെസ് ആയിട്ടാ വന്നേക്കുന്നത്, ടാങ്ക് ടോപ്പ് ആയിട്ടാ വന്നേക്കുന്നത്. എന്റെ അത് മാത്രമേ ഉള്ളൂ. ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ആൾക്കാരെ ശ്രദ്ധിച്ചോ? നമ്മള് മൂന്നാറില് പ്രത്യേകിച്ച് മാട്ടുപ്പെട്ടി ഭാഗത്തൊക്കെ പോകുമ്പോൾ കാണുന്ന പോലെയുള്ള ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എനിക്കറിയത്തില്ല, ഒരു മിക്സഡ് ഒരു രീതിയാണ്. ആളുകളുടെ ആ ഒരു രീതി എൻ്റയർലി മാറി, അപ്പിയറൻസ് മാറി.